ഏതളവുകോലാണ് മാനദണ്ഡമെന്ന് ഇപ്പോഴും വ്യക്തമല്ല. പക്ഷേ അവിടെയും രാജാവ് ലൂണയല്ലാതെ മറ്റാരുമല്ല. കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയ മുത്താണ് അഡ്രിയാൻ ലൂണ എന്ന് വേണമെങ്കിൽ പറയാം. ഡ്യൂറന്റ് കപ്പിൽ കളിക്കുന്ന താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഡ്യൂറന്റ് കപ്പിലെ ഏറ്റവും മൂല്യമുള്ള കീ പ്ലേയേഴ്സിന്റെ ഒരു പട്ടിക ട്രാൻസ്ഫർ മാർക്കറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. മാർക്കറ്റ് വാല്യൂ മാത്രമാണോ ഇതിന്റെ മാനദണ്ഡം എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല. ഡ്യൂറന്റ് കപ്പിലെ മോസ്റ്റ് വാല്യുബിൾ കീ പ്ലേയേഴ്സ് എന്ന തരത്തിലൊരു പട്ടിക ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്ത്യ പ്രസിദ്ധീകരിച്ചപ്പോൾ അതിന്റെ ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് നമ്മുടെ അഡ്രിയാൻ ലൂണയാണ്. അഡ്രിയാൻ ലൂണയുടെ മാർക്കറ്റ് വാല്യൂ വന്നിട്ട് 6.4 കോടിയാണ്. രണ്ടാം സ്ഥാനത്ത് പഴയ കേരള ബ്ലാസ്റ്റേഴ്സ് താരവും നിലവിൽ ഈസ്റ്റ് ബംഗാൾ താരവുമായിട്ടുള്ള ദിമിത്രിയോസ് നിയമൻഡോസ് ആണ്. മൂന്നാം സ്ഥാനത്ത് ബ്ലാസ്റ്റേഴ്സ് താരമായിട്ടുള്ള നോവ ഫെർണാണ്ടസ് ആണ്. 5 കോടി 2 കോടി രൂപയാണ് നോയുടെ വാല്യൂ. ദിമിയുടേത് 5.6 കോടിയാണ്. ലൂണയുടേത് 6.4 ആണ് കേട്ടോ. പിന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ഹംസയുടെ വന്നിട്ട് 4.4 കോടി. അഞ്ചാം സ്ഥാനത്ത് ഈസ്റ്റ് ബംഗാളിന്റെ മതി തലാലിന്റെ വന്നിട്ട് 4 കോടി. പിന്നെ ആറാം സ്ഥാനത്ത് പഞ്ചാബിന്റെ മാർസലിക്കിന്റെ മാർക്കറ്റ് വാല്യൂ വന്നിട്ട് 4 കോടി. ഏഴാം സ്ഥാനത്ത് ബംഗളൂരു എഫ് സിയുടെ താരമായിട്ടുള്ള എഡ്ഗറിന്റെ മാർക്കറ്റ് വാല്യൂ വന്നിട്ട് 4 കോടി. എട്ടാം സ്ഥാനത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഖാനിയൻ താരമായിട്ടുള്ള ക്വാമി പെപ്രയുടെ മാർക്കറ്റ് വാല്യൂ വന്നിട്ട് 3.6 കോടി. ഒമ്പതാം സ്ഥാനത്ത് ഈസ്റ്റ് ബംഗാളിന്റെ സോളിന്റെ മാർക്കറ്റ് വാല്യൂ വന്നിട്ട് 3.2 കോടി. പത്താം സ്ഥാനത്ത് പഴയ ബ്ലാസ്റ്റേഴ്സ് താരവും ഇപ്പം ബംഗളൂരു എഫ് സിയുടെ താരവുമായിട്ടുള്ള ജോജ പെരേര ഡയസ്. ഈ കീ പ്ലേയേഴ്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്തിരിക്കുന്ന മാനദണ്ഡം ഏതാണെന്ന് വ്യക്തമായിട്ട് അറിയില്ല. എന്നിരുന്നാലും ട്രാൻസ്ഫർ മാർക്കറ്റിന്റെ ഏറ്റവും വാല്യൂ ഉള്ള ടോപ്പ് കീ പ്ലേയേഴ്സിന്റെ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ അതിനകത്ത് നമ്മുടെ അഡ്രിയാൻ ലൂണയാണ് ഒന്നാം സ്ഥാനം.